പ്രഭാതത്തിൽ നിങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ അത്ഭുതങ്ങൾ നിറയപ്പെട്ട ഒരു പകലാക്കി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. വചനം പറയുന്നു, നീ ഒരു അത്ഭുതമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്നെ ഒരു അത്ഭുതമാക്കുവാൻ ദൈവത്തിന് കഴിയും. കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതലുള്ള ചില വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ 21 വരെയുള്ള വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രാരംഭമായി 17-ാമത്തെ വാക്യം വായിക്കുന്നു. ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും, അത് രക്തമായി തീരും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, മോശയിൽ കൂടെ 30 ലക്ഷം വരുന്ന ജനത്തെ ദൈവം ഏൽപ്പിക്കപ്പെടുമ്പോൾ, സ്തോത്രം, മോശയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ, മോശയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അത്ഭുത പ്രവർത്തികൾ, ഇതിനിവിടെ തുടക്കം കുറിക്കുകയാണ്. സ്തോത്രം. ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഫറവോന്റെ അടുക്കൽ ചെല്ലുന്ന മോശ ധൈര്യത്തോടെ, രാജാവായിരിക്കുന്ന ഫറവോന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ ഒരു അനുവാദവും കൂടാതെ മോശയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് പകലിൽ എൻ്റെ പൊന്ന അഭിഷത്തെ നിങ്ങളെ ദൈവം ഒരിടത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നിങ്ങളുടെ വാക്ചാതുര്യം കൊണ്ടല്ല, നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ നിന്നെയും പലപ്പോഴും ദൈവം ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, അഭിഷേകം പ്രാപിച്ചവനെ ഒരിക്കലും തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഉലകത്തിൽ ഒരു മനുഷ്യൻ അതിനായി ജനിച്ചിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ജനിക്കത്തുമില്ല. കാരണം ഉയരത്തിലെ ശക്തി പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ ഏത് രാജഭരണമാണെങ്കിലും ഒരിക്കലും തകർത്ത് കളയാൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ കഴിയില്ല. സ്തോത്രം. അവനെ പരാജയപ്പെടുത്തണമെങ്കിൽ അവനെ കൊന്നുകളയണം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇവിടെ ഫറവോന്റെ മുൻപിൽ പോയി നിൽക്കുക, ഫറവോന്റെ മുൻപിൽ മുഖാമുഖമായി നിൽക്കുകയാണ്. എന്നിട്ട് ഫറവോനോട് പറയാൻ ദൈവം കൊടുക്കുന്ന അരുളപ്പാടാണ് അവൻ്റെ ജീവിതത്തിനകത്ത്, അവൻ്റെ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കാനുള്ള കരുതൽ അല്ലെങ്കിൽ കരുത്ത് ദൈവം മോശയ്ക്ക് നൽകി. ഇന്ന് പകൽ സ്തോത്രം. 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നത്, അവൻ്റെ വടി സർപ്പമായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഹല്ലേലൂയ. ആരുടെ വടി എന്നറിയാമോ? മോശയുടെ കയ്യിലിരിക്കുന്ന വടി സർപ്പമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സർപ്പമായി തീർന്നപ്പോൾ വടികളെല്ലാം ഒരുപോലെ അവിടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഭൃത്യന്മാരുടെ മുൻപാകെ നിലത്തിട്ട് അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോന്റെ ശുദ്രക്കാരും അല്ലെങ്കിൽ അവനെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന കാര്യാദികൾ വെളിപ്പെടുത്തുവാനുള്ള വ്യക്തികളും അവിടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവരെല്ലാം നിൽക്കുമ്പോൾ ഫറവോന്റെ മുൻപിൽ മോശയുടെ വടി സർപ്പമായി തീർന്നു. സ്തോത്രം. സർപ്പമായി തീരുകയാണ്.
എന്നാൽ 13-ാമത്തെ വാക്യം മുതൽ നോക്കിക്കേ, ഫറവോന്റെ ഹൃദയം കഠിനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 19-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നദി എന്ത് ചെയ്തു? രക്തമായി തീരുകയാണ്. ആമേൻ. അപ്പോൾ നദിയിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. പക്ഷേ വെള്ളമൊക്കെ എന്തായി? രക്തമായി. നദിയിൽ എവിടെയൊക്കെയാണ് വെള്ളം ഉള്ളത് ആ വെള്ളം എല്ലാം എന്ത് ചെയ്തു? രക്തമായി കഴിഞ്ഞു. അത്ര അത്ഭുതമാണ് മോശ ആമേൻ ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെട്ടത്. ദൈവപൈതലേ, നദിയിലെ മത്സ്യം ആമേൻ ചാകും. നദി തോറും ആമേൻ നദിയിലെ വെള്ളം കുടിപ്പാൻ ആമേൻ മിസ്രൈമിയർക്ക് എന്ത് ചെയ്യില്ല? അറപ്പ് തോന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മീനുകളൊക്കെ ചത്തു മലർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ ആ നദികളിലുണ്ടോ അതെല്ലാം ചത്തു മലർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം തീർന്നു. ആമേൻ. നോക്കിക്കേ, 19-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെയും ദൈവം മോശയോട് പറയുക, യഹോവ പിന്നെയും മോശയോട്, നീ അഹരോനോടും പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ വടി എടുത്ത് ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, മിസ്രൈമിലെ വെള്ളത്തിൻ്റെ മേൽ അവരുടെ നദി, പുഴ, കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാംശങ്ങളുടെ മേലും എന്ത് ചെയ്യണം? കൈ നീട്ടുക. അവ രക്തമായി തീരും. മിസ്രൈം ദേശം എല്ലായിടവും ആമേൻ സ്തോത്രം നോയിക്കേ, എല്ലായിടത്തും എന്ത് ചെയ്തറിയാമോ? ഇതെല്ലാം അങ്ങ് രക്തമാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നദി മാത്രമല്ല, നദി, പുഴ, കുളം ഒരു ഭാഗം വിടാതെ ദൈവം മോശയിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്തു. ഇന്ന് പകലിൽ ആമേൻ കൃപയുടെ വടി കൈയിരിക്കുകയല്ലേ. എത്രയോ നാളുകൊണ്ട് ദൈവം തന്ന വടി, കൃപാവരങ്ങൾ, ഇതെല്ലാം കയ്യിൽ വച്ചും കൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. ആമേൻ. ദൈവപൈതലേ, വചനം ഇങ്ങനെയുണ്ട് കേട്ടോ. ആമേൻ. സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. കൃപാവരമുള്ളവന് ആമേൻ പ്രൈസ് ദി ലോർഡ് ഈ പകൽക്കാലം അത് പൂഴ്ത്തി വെച്ച് കിടന്ന് ഉറങ്ങാനല്ല ദൈവം വിളിച്ചേ. ആമേൻ. അതും കൊണ്ടങ്ങോട്ട് ആമേൻ ഇറങ്ങാനാ കർത്താവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കൃപാവരം ഒന്നും പുകഴ്ത്തി വയ്ക്കരുത്. ദൈവാത്മാവ് നിന്നോട് ആമേൻ ഈ പ്രഭാതത്തിൽ ആലോചന അറിയുകയാണ്. നോക്കിക്കേ, മോശയും അഹരോനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവൻ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുൻപാകെ വടി ഓങ്ങി നദികളുടെ മേൽ ആമേൻ സ്തോത്രം വെള്ളത്തിൽ അടിച്ചു. നദിയിലുള്ള വെള്ളം ഒക്കെയും രക്തമായി തീർന്നു. നദിയിലെ മത്സ്യം ചാകുകയും നദി തോറും ചെയ്ത നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്രൈമിയർക്ക് കഴിഞ്ഞില്ല. മിസ്രൈം ദേശം എല്ലായിടവും രക്തം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലെ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്തിൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്തതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ അവരെ ആമേൻ സ്തോത്രം ശ്രദ്ധിച്ചതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ചിലതൊക്കെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുന്നത്, പ്രൈസ് ദി ലോർഡ്, ചിലതൊക്കെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുന്നത് ദൈവപൈതലേ, ആമേൻ, ചില കാര്യങ്ങൾ ദൈവം പറയും പോലെ ചെയ്താൽ ശൂന്യമായി കിടക്കുന്നതെല്ലാം അതിൻ്റെ രൂപങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്. ശബനവരഗതുനി. പച്ചവെള്ളത്തെ രക്തമാക്കിയ യഹോവയായ ദൈവത്തിൻ്റെ കരം. എന്നാൽ പുതിയ നിയമത്തിൽ നോക്കൂ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു യേശു കർത്താവ്. ഹല്ലേലൂയ. ഈ രക്തം ആരെങ്കിലും കുടിക്കോ? എന്നാൽ പുതിയ നിയമത്തിൽ യേശു കൊടുത്തു ആമേൻ രക്തതുല്യമായ വീഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ അത് നിന്ദയെ മാറ്റാനുള്ള വീഞ്ഞ, ഇത് നിന്ദിക്കപ്പെടാനുള്ള രക്തമാണ്. സ്തോത്രം. രണ്ടും രണ്ട് തലമാണ് ദൈവപൈതലേ. അത് യേശു കർത്താവ് കൊടുത്ത രക്തതുല്യമായ വീഞ്ഞ്, അത് സ്വാദുഭോജനമായിരുന്നു. പിന്നെയും പിന്നെയും ജനം കുടിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹോവയായ ദൈവം മിസ്രൈമിൽ വരുത്തിയ ഫറവോന്റെ കൊട്ടാരത്തിലും കുളത്തിലും നദിയിലും പുഴയിലും ഒക്കെ വരുത്തിയ ന്യായവിധി എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല, അത് വലിയ ന്യായവിധിയാണ്
ദൈവം വരുത്തിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ആമേൻ സ്തോത്രം, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതത്തിൻ്റെ പകലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? മോശയെ ഉപയോഗിച്ചതുപോലെ കർത്താവേ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ ഫറവോന്റെ മുൻപാകെ ദൈവം നിന്നെ നിർത്താൻ പോകുക. നിന്നെ ദൈവം നിർത്തി ദൈവത്തിന് നിന്നിൽ കൂടെ ചെയ്തെടുക്കേണ്ട അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ചെയ്തെടുക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ ആഴങ്ങൾ പിന്നെയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ബാധയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആമേൻ സ്തോത്രം. ഒന്നാമത്തെ ബാധയാണ് ഇവിടെ നമ്മൾ കണ്ടത്. പിന്നെയും കൊണ്ട് 9 ബാധകൾ സങ്കീർത്തനത്തിലും ആമേൻ പുറപ്പാട് പുസ്തകത്തിലും ഒരുപോലെ ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അടുത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തെ അങ്ങയുടെ പൊന്നുരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യണം. അടിയനെ താഴ്ത്തുന്നു, കൃപയിൽ പൊതിയും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.